അനുവദിച്ച ഇസ്ലാമികമായി ആധ്യാത്മജ്ഞാനമുള്ള മഹത്തുക്കളോട് സഹായം തേടൽ ഇസ്ലാമിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അതേ സമയത്തോ ഇവിടെ ഒരുപാട് ദൈവങ്ങളുണ്ട്, മനുഷ്യ ദൈവങ്ങൾ, അതുപോലെ തന്നെ ആധ്യാത്മിക ഗുരുക്കൾ, ആർട്ട് ഓഫ് ലിവിംഗ് ഒരു ഭാഗത്ത്, അമ്മ ദൈവം തന്നെ എന്ന് പറയുന്ന മാതാ അമൃതാനന്ദമയി മറ്റൊരു ഭാഗത്ത്, സായിബാബ വേറൊരു ഭാഗത്ത്. അവരെയെല്ലാം ആദരിക്കലോ അവരോട് സഹായം തേടലോ ഇസ്ലാമിന്റെ അജണ്ടയിൽപ്പെട്ടതല്ല. ഇന്ത്യയിൽ അവർക്കെല്ലാം ജീവിക്കാൻ അവകാശമുണ്ട്, അവരുടെ മതങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരെ കയ്യേറ്റം നടത്താൻ നമുക്ക് അധികാരമില്ല. അവരോടെന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മതം പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് അവരുടെ മതദർശനങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഭാരതമാണ്. അതുകൊണ്ട് അവരവരുടെ വഴിക്ക് പോകട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അവരോട് ആത്മീയമായ വിശ്വാസത്തിൽ സഹായം തേടാൻ പാടില്ല. നിങ്ങൾ ലാ തത്തഖുൽ കാഫിരീന ഔലിയാ, നിങ്ങൾ സത്യനിഷേധികളായ അഥവാ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളോട് സഹായാർത്ഥന പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമാണ് നാം അവരോട് സഹായം തേടാത്തത്. അവരെ വിശ്വസിക്കുന്നവർ സഹായം തേടുന്നവരുണ്ടാകാം. മാതാമൃതാനന്ദമയ്യെ പോലെ, ഡബിൾ ശ്രീ രവിശങ്കറെ പോലെ ഒരുപാട് ആളുകളെ ആദരിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു സഹായാർത്ഥന ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സഹായങ്ങളും ആത്മീയമായ സഹായമണ്ഡലങ്ങൾ മുഴുവനും ഏകനായ അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അത് വിശ്വസിച്ചവരോട് മാത്രമേ പാടുള്ളൂ. നാം പള്ളിയിൽ ആരാധന നടത്തുന്നു, ഹൈന്ദവ സഹോദരങ്ങൾ അമ്പലത്തിൽ നടത്തുന്നു, ക്രൈസ്തവർ ചർച്ചിൽ നടത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ മതവിശ്വാസക്കാരായതിനാൽ പരസ്പരം ആരാധനാലയ കയ്യേറ്റങ്ങൾ നടത്താൻ പാടില്ല. ഹൈന്ദവന് അവന്റെ ധർമ്മത്തെയും വിശ്വാസത്തെയും സംരക്ഷിച്ചുകൊണ്ട് അവന്റെ മതം പഠിപ്പിക്കുന്ന ആരാധന നടത്താനുള്ള വീടാണ് അമ്പലം, ക്ഷേത്രം. അതിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ചിലപ്പോൾ അത് അശുദ്ധമാകുമെന്ന വിശ്വാസം വരെ അവർക്ക് വെച്ചു പുലർത്താവുന്നതാണ്. അതിൽ നമുക്ക് പരാതിയില്ല. നമ്മൾ ഇസ്ലാമികമായ വിശ്വാസം വെച്ചു പുലർത്തുന്നവർ ഇസ്ലാമികമായ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധന നടത്തേണ്ട ഗേഹമാണ് പള്ളി. അതിന്റെ നിയമങ്ങളെയും നിഷ്ഠകളെയും പാലിക്കാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവരിവിടെ വന്നാൽ ഇതിനോട് നീതി പുലർത്താൻ കഴിയില്ല. ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ബൈബിളിന്റെ നിർദ്ദേശങ്ങളും അവരുടെ പുണ്യാളന്മാരുടെ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആരാധന നടത്താനുള്ള വീടാണ് അവരുടെ ചർച്ചുകൾ. അതിലേക്ക് നമ്മൾ കടക്കാനോ അവരുടെ വിശ്വാസത്തെയോ കർമ്മത്തെയോ കളങ്കപ്പെടുത്താനോ നമുക്ക് അധികാരമില്ല. ഓഗസ്റ്റ് 15, 1947 അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതേസമയം തന്നെ പാകിസ്ഥാനും കിട്ടി. പക്ഷേ ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും സംഘട്ടനമുണ്ടാക്കാൻ പാടില്ല. സൗഹാർദ്ദം അധികമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പാകിസ്ഥാന്റെ പതാക ഇന്ത്യയിൽ പറപ്പിച്ചാൽ അത് ഇന്ത്യയോടുള്ള വിരോധമാണ്. അതുപോലെ ഇന്ത്യയുടെ പതാക പാകിസ്ഥാനിൽ പറപ്പിച്ചാൽ അത് രാജ്യവിരോധമായി എഴുതപ്പെടാം. അതുകൊണ്ട് സൗഹൃദത്തിന് അതിരുകളുണ്ട്, മതത്തിന്റെ ധർമ്മങ്ങൾക്ക് അതിൻ്റെതായ നിഷ്ഠകളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിന് വിലങ്ങതടിയാകുന്ന, അതിന് തടസ്സമാകുന്ന ഏതൊരാചാരത്തിലേക്കോ അനുഷ്ഠാനത്തിലേക്കോ വിശ്വാസത്തിലേക്കോ പോകാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ പോയാൽ അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവത്തെ സ്വീകരിച്ചവർ. അല്ലാഹുവിന് പങ്കുകാരുണ്ട്, അവൻ ഒരു പെരുന്തൈവമാണ്, കുട്ടി ദൈവങ്ങൾ വേറെയുണ്ട്. അവൻ ഏറ്റവും വലിയ പരമേശ്വരനാണ്, ഈശ്വരന്മാര് വേറെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇസ്ലാമിന്റെ മൗലികത ഏകദൈവ വിശ്വാസമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പരലോകത്ത് ഏകനായ ദൈവം, ഏകനായ അല്ലാഹു, അവന് ഇല്ലാത്ത പങ്കുകാരെ ആരോപിച്ചു പറഞ്ഞ ആളുകളെ അല്ലാഹു തആല വെറുതെ വിടുകയില്ല, അവൻ ശിക്ഷ നടപ്പിലാക്കും. قال قرينه ربنا ما أطغيته ولكن كان في ضلال مبين. ആ സമയത്ത് നമ്മോടൊപ്പമുള്ള പൈശാചിക കൂട്ടുകാരൻ, നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന കരീൻ അഥവാ പൈശാചികമായി ബോധനം നൽകുന്നത്, അതല്ലെങ്കിൽ ഇന്നലെ നാം പറഞ്ഞതുപോലെ ഖതാദ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ
നേരത്തെ പറഞ്ഞ ആയത്തിൽ ഖരീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്ക് എന്ന താല്പര്യമുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ പൈശാചികമായ ഭാഗം ആ ഖരീൻ വന്നിട്ട് പറയും, ഞാനിവരെ പഴപ്പിച്ചിട്ടില്ല, മാ അത്ഗൈതുഹു, ഞാനിവരെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ടില്ല, വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അങ്ങേയറ്റത്തെ പിഴവിലേക്ക് അബദ്ധത്തിലേക്ക് അവരായതാണ്, ഞാനതിൽ പങ്കാളിയല്ല. അപ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി വരുന്നു, قال لا تختصموا لدي وقد قدمت إليكم بالوعيد. നമ്മുടെ തിരുസാന്നിധ്യത്തിൽ വന്ന് നിങ്ങൾ പരസ്പരം തർക്കമുണ്ടാക്കാൻ പാടില്ല. ഇത് തർക്കത്തിന്റെ തലമല്ല. ഭൗതിക ലോകത്ത് മാന്യമായി ജീവിക്കാൻ ഇസ്ലാമിക നിഷ്ഠയനുസരിച്ച് നിങ്ങൾക്കൊരുപാട് ദർശനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇസ്ലാം ഒരിക്കലും വർഗവർണ്ണ വൈജാത്യങ്ങളുടെ വേലിക്കെട്ടുകളിൽ മതത്തെ പറിച്ചു നട്ടവരല്ല, മറിച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം. നിങ്ങൾ പഠിച്ചു നോക്കൂ. ഏകനായ പരമേശ്വരനായ അല്ലാഹു തആല, മലയാളികളുടെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ല പരമേശ്വരൻ, മനസ്സിലാകാൻ വേണ്ടി പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെയുള്ള ഏകനായ അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏതെങ്കിലും അറബ് രാജ്യത്തുള്ള നേതാവിന് വിശ്വസിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തേ ഉള്ളൂ? അൽ ഇലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ. അൽ മഅബൂദു ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അറബികളുടെതെന്നോ മലയാളിയുടേതെന്നോ ഇന്ത്യക്കാരൻ്റെതെന്നോ ആഫ്രിക്കക്കാരൻ്റെതെന്നോ യൂറോപ്പിൻ്റെതെന്നോ പൗരത്തിൻ്റെതെന്നോ പാശ്ചാത്യൻ്റെതെന്നോ ഒരു ഡിസ്ക്രിമിനേഷൻ ഇതിലില്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് വായു തരുന്നവൻ ആരാണ്? അവനെ ആരാധിച്ചാൽ മതി. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് വെള്ളം തരുന്നവൻ ആരാണ്? അവനെ ആരാധിച്ചുകൂടൂ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഈ ഭൂമി ആരാണ് പരത്തിക്കിടത്തിയിരിക്കുന്നത്? നിങ്ങളുടെ മേശപ്പുറത്തുള്ള ഗ്ലോബ് ഭൂമിയുടെ ചിത്രമാണ്. നിങ്ങൾ നടക്കുന്ന ഭൂമി പരന്നതാണ്. നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇതാരാണ് ഇത് സംവിധാനിച്ചത്? അങ്ങനെയുള്ള റിയൽ ഓണർ, ദ ഓൾമൈറ്റി, അവന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിന് ദേശത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഒരു വൈജാത്യവും ഇല്ല. എല്ലാവർക്കും സ്വീകരിക്കാം. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾ ആലോചിക്കുക, എനിക്ക് വെള്ളം തരുന്നവൻ ആരാണ്? ഇവിടെയുള്ള ഏതെങ്കിലും സക്കതികളാണോ? അല്ല. എനിക്ക് വെള്ളം തരുന്ന ഒരു ഉടമസ്ഥനുണ്ട്, അവനെ ആരാധിക്കൽ എന്റെ ബാധ്യതയാണ്. എനിക്ക് വെളിച്ചം തരുന്നവൻ, എനിക്ക് വെള്ളം തരുന്നവൻ. അങ്ങനെ നമ്മൾ ആത്യന്തികമായി ആലോചിച്ചു ചെല്ലുമ്പോ ആരാണെന്ന് മനസ്സിലാക്കിയെത്തിയാൽ അവനെ നീ ആരോധിച്ചോളൂ. അല്ലാതെ ഇവിടെ യാതൊരു കമ്പൽഷനും ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. സത്യാസത്യം വിവേചനപൂർവ്വം ബുദ്ധി